നമസ്തേ എവരിവൺ, വെൽക്കം ടു സിലബസ് അക്കാഡമി. നമ്മൾ ഇന്ന് ബയോളജിയിൽ സെല്ലിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കോശങ്ങൾ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് കോശങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്നാണ്. ഓക്കെ, എന്താണ് ടിഷ്യൂസ്? A group of cells that work together to perform specific functions of the body. അല്ലേ? കുറെ സെൽസ് ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവരെ എന്ത് വിളിക്കുന്നു? ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ സെൽസ് ഉണ്ട്. അപ്പൊ ഈ സെൽസ് പല രീതിയിലാണ് യോജിച്ച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ പല തരത്തിലുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളുണ്ട്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനകത്ത് നെർവസ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, അങ്ങനെ പല തരത്തിലുള്ള ടിഷ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബോഡിയിൽ. ഈ ടിഷ്യൂസിന്റെ കോർഡിനേറ്റഡ് ആക്ടിവിറ്റി അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആസ് എ ഓർഗാനിസം എന്ന നിലയിൽ നമ്മളുടെ ബോഡി മൊത്തത്തിൽ നല്ലൊരു രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ജന്തുകലകൾ അല്ലെങ്കിൽ അനിമൽ ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അനിമൽ ടിഷ്യൂസ് നമ്മൾ മെയിൻലി 4ആയിട്ടാണ് ബേസിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ആദ്യം പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ. എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണ കലം? ഓക്കെ, these are thin protective layers of cells that cover the inside and outside of the body, lines cavities and organs and form major glands. എന്താണ് നമ്മളുടെ ശരീരത്തിന് പൊതിഞ്ഞു കാണുന്ന, ആവരണം ചെയ്ത് കാണപ്പെടുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അത് ശരീരത്തിന് അകത്തും പുറത്തും. ഇപ്പൊ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ തന്നെ നോക്കാം, അതൊരു എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അകത്ത് നമ്മളുടെ നാരോ ക്യാവിറ്റീസ് ഉണ്ട്, ബ്ലഡ് വെസൽസ്, അതുപോലത്തെ ഇന്റേണൽ ഓർഗൻസിനെയും കവർ ചെയ്ത് കാണുന്നത് എപ്പിത്തീലിയൽ അല്ലെങ്കിൽ ആവരണ കലകളാണ്. ഇനി ഇവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ സെൽസ് എന്ന് പറയുന്നത് അടുക്കി അടുക്കി വെച്ചേക്കാണ്. ഇപ്പൊ നമ്മളുടെ ഒരു ബൗണ്ടറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറിയിൽ ബ്രിക്സ്, ബൗണ്ടറി വാൾ, കോമ്പൗണ്ട് വാളില് ബ്രിക്സ് അതുപോലെ അടുക്കി അടുക്കിയല്ലേ വെച്ചേക്കുന്നത്. അതുപോലെ ഇവിടെ സെൽസ് കോമ്പാക്റ്റ് ആയിട്ട് അടുക്കി അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഇന്റർ സെല്ലുലാർ മെട്രിക്സ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് എന്ന് പറയുന്ന നോൺ ലിവിങ് കമ്പോണന്റും ഇവർക്ക് വളരെ കുറവാണ്. ഇനി അവരുടെ മേജർ ഫംഗ്ഷൻ എന്താണ്? സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ, സെക്രീഷൻ. ഇത് മൂന്നുമാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ മേജർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ നമ്മൾ മെയിൻലി 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ, കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, നമ്മുടെ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് എന്താ? സിംഗിൾ ലെയർ ഓഫ് സെൽസ് വെച്ചിട്ടായിരിക്കും അവർ ഫോം ചെയ്തിരിക്കുന്നത്. മെയിൻലി ഇന്റേണൽ ബോഡി ക്യാവിറ്റീസ്, നമ്മുടെ ബ്ലഡ് വെസൽസ്, ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, അതേപോലെ നാരോ ട്യൂബ്സിനെയൊക്കെ ആയിരിക്കും അവർ കവർ ചെയ്ത് കാണുന്നത്. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്താ? ഒന്നിൽ കൂടുതൽ സെൽ ലെയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ തിക്കായിരിക്കും. ഓക്കെ, മെയിൻലി പ്രൊട്ടക്റ്റീവ്. നമ്മുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം പറയുന്നത്. നമ്മുടെ NCERT ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് അതിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ ആ സെൽസിന്റെ ഷേപ്പ് അനുസരിച്ച് മെയിൻലി നമ്മൾ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കൊളുംഡാർ എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റ് സെൽസ് ആയിരിക്കും അവര്. കണ്ടോ? ഫ്ലാറ്റ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇറഗുലർ ഷേപ്പിലായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അവർക്ക് ഇല്ല. ഇവർ മെയിൻലി എവിടെ കാണുന്നത്? നമ്മുടെ ലെങ്സില് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കില്ലേ? അതായത് ബ്ലഡ് വെസലും ആൽവിയോളയും തമ്മിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ആൽവിയോളർ സർഫസിലും ഈ പറയുന്ന ബ്ലഡ് വെസൽസിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പൊ അവരുടെ മേജർ ഫംഗ്ഷൻ എന്താണ്? ഡിഫ്യൂഷൻ ബൗണ്ടറീസ്.
ഗീഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ട ആ ഒരു ഡിഫ്യൂഷന് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവരവിടെ ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ സ്ക്വാമസ് എപ്പിത്തീലിയം കാണുന്നത് ലൈൻ ആൽബിയോളിയിലും ബ്ലഡ് വെസൽസിലും ഡിഫ്യൂഷൻ ബൗണ്ടറീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയ പേരിൽ നിന്ന് തന്നെ അറിയാം, ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഓക്കെ, ക്യൂബ് ലൈക്ക് സെൽസ് ആയിരിക്കും. അവർക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, ബേസൽ ന്യൂക്ലിയസ് ആയിരിക്കും മെയിൻലി ഉണ്ടാവുക. ഇവർ കൂടുതലായിട്ട് കാണുന്നത് ഗ്ലാൻസിലും അതുപോലെ നമ്മുടെ കിഡ്നിയിലെ നെഫ്രോൺസ് ഇല്ലേ, ഫിൽട്രേഷന് സഹായിക്കുന്ന നെഫ്രോൺസ്, അവരുടെ ട്യൂബുലാർ പാർട്ട് മെയിൻലി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ PCT-യിലാണ് എന്താ ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നത്. ഇവിടെ സെക്രീഷനും അബ്സോർപ്ഷനും ആണ് സഹായിക്കുന്നത്. ട്യൂബുലാർ പാർട്ടിലെ സെക്രീഷനും നടക്കും, അബ്സോർപ്ഷനും നടക്കും. ഓക്കെ, കൊളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്താണ്? ടോൾ സ്ലെൻഡർ സെൽസ് വെച്ചിട്ടുണ്ടാക്കിയിരുന്നത്. ഉയരം കൂടിയതും നേരെ മറിച്ച് നേരിയതുമായിട്ടുള്ള സെൽസ് വെച്ചിട്ടാണ് കൊളുംനാർ എപ്പിത്തീലിയം ഫോം ചെയ്തേക്കുന്നത്. അവർ മെയിൻലി കാണുന്നത് സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും ആണ്. സെക്രീഷനും അബ്സോർപ്ഷനും തന്നെയാണ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി കൊളുംനാർ എപ്പിത്തീലിയം നോക്കിയാൽ ടോപ്പിലായിട്ട് നമുക്ക് ഈ ചെറിയ ഔട്ട് ഗ്രോത്ത് കാണാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീലിയ എന്ന് വിളിക്കുന്നത്. ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിലും കൊളുംനാർ എപ്പിത്തീലിയത്തിലും ഈ പറയുന്ന സീലിയ കാണും. ഇങ്ങനെ സീലിയുള്ള സെൽസ് ഉള്ള എപ്പിത്തീലിയത്തിന് നമ്മൾ എന്ത് വിളിക്കും? സീലിയേറ്റഡ് എപ്പിത്തീലിയം. ബ്രോങ്കിയോൾസിലും ഫലോപ്പിയൻ ട്യൂബ്സിലാണ് ഇവർ കൂടുതലായിട്ടും കാണുന്നത്. അവരെന്തിനാണ്? നമ്മളുടെ പാർട്ടിക്കിൾസ്, ഇപ്പൊ ബ്രോങ്കിയോൾസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ആ മൂവ്മെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ഫലോപ്പിയൻ ട്യൂബിലെ ഓവയുടെ മൂവ്മെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇനി നമ്മൾ പറഞ്ഞു സെക്രീഷനും അവർ അവരുടെ ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെ സെക്രീഷൻ ചെയ്യുന്ന ക്യൂബോയിഡൽ ആൻഡ് കൊളുംനാർ എപ്പിത്തീലിയത്തിന് നമ്മൾ സ്പെസിഫിക്കലി എന്ത് വിളിക്കുന്നു? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നാണ് വിളിക്കുന്നത്. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഓക്കെ, നമ്മൾ സലൈവറി ഗ്ലാൻഡ്സ് ഒക്കെ അങ്ങനെ എക്സാമ്പിൾ ആണ്. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്താ? സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും. അവരെ നമ്മൾ മെയിൻലി മൂന്നായിട്ടാണ് സെൽസിന്റെ സൈസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്ക്വാമസ് എപ്പിത്തീലിയം ഡിഫ്യൂഷൻ ബൗണ്ടറീസിനാണ് സഹായിക്കുന്നത്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. നെഫ്രോൺസിൽ കാണുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. കൊളുംനാർ എപ്പിത്തീലിയം കാണുന്നത് സ്റ്റൊമക്കിലും ഇൻഡസ്ട്രൈനിലുമാണ്. ഇനി ഇവരിൽ സീലിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്നും, സ്പെഷ്യൽ ആയിട്ട് സെക്രീഷൻസ് ഉള്ളപ്പോൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകലകൾ. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെ അതനുസരിച്ച് ശരീരത്തിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് നാഡീകലകൾ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് നാഡീകലകൾ എന്ന് പറയുന്നത്. ഒരു നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സെൽസ്, കോശങ്ങളാണ് അതിൽ ഉണ്ടാവുന്നത്. ഒന്ന് നമ്മളുടെ നോർമൽ നെർവ് സെൽ. നെർവ് സെൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന ഇമ്പൾസുകളെ ബ്രെയിനിലേക്കും അതുപോലെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും സഹായിക്കുന്നത് ഒരു കണ്ടക്ടിങ് യൂണിറ്റ് ആയിട്ടാണ് നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ ആക്ട് ചെയ്യുന്നത്. അടുത്തത് ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലയൽ സെൽ എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിക്ക് സ്കെൽട്ടൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ നെർവസ് ടിഷ്യൂവിന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പോണന്റിനെയാണ് ഗ്ലയൽ സെൽസ് അല്ലെങ്കിൽ ന്യൂറോഗ്ലയ എന്ന് വിളിക്കുന്നത്. അതൊരു നോൺ കണ്ടക്ടിങ് പാർട്ടാണ്, ജസ്റ്റ് സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരെ നെർവ് ഗ്ലൂ എന്നും കൂടി നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ നെർവസ് ടിഷ്യൂ ഫോം ചെയ്തേക്കുന്നത് നെർവ് സെൽ ആൻഡ് ന്യൂറോഗ്ലയ. അടുത്ത മസ്കുലർ ടിഷ്യൂ. ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്നതാണ്. നമ്മളുടെ ബോഡിയുടെ മൂവ്മെന്റിന് സഹായിക്കുന്നതാണ് എന്ത്? മസ്കുലർ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മസ്കുലർ ടിഷ്യൂസ് മസിൽസ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് കൈയും കാലൊന്നും അതനുസരിച്ച് അനക്കാൻ സാധിക്കുന്നതല്ല. മസ്കുലർ ടിഷ്യൂ നമ്മൾ മെയിൻലി മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: സ്കെൽറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. സ്കെൽറ്റൽ മസിൽസ് നോക്കിയേ,
സ്കെൽറ്റൽ മസിൽസ് എന്താണ്? സ്കെൽറ്റനായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് മൂവ്മെന്റ് പോസിബിൾ ആവും. നമ്മുടെ കയ്യിലത്തെയും കാലിലത്തെയും മസിൽസ് ഒക്കെ എന്താണ്? സ്കെൽറ്റൽ മസിൽസ് ആണ്. ഇനി ഇവിടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് ഉണ്ട്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് എല്ലാം ഉണ്ട്. നമുക്കറിയാം മസിലിൽ വരുമ്പോഴേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നതായിരിക്കും. ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് എല്ലാം ഉണ്ട്. അവരെ സ്ട്രയേറ്റഡ് മസിൽസ് എന്നും കൂടി വിളിക്കുന്നു. നമുക്ക് കൈയും കാലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ അതെന്താ? വോളണ്ടറി മസിൽസ് ആണ് സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ഇനി ഒരു മസിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിന്റെ ഫൈബർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മസിൽ സെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ സ്കെൽറ്റൽ മസിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ഓക്കെ. ഇനി സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഇല്ലാത്തതുകൊണ്ട് അവര് നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. നമ്മുടെ ഇഷ്ടത്തിന് അനുസരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? അത് ഇന്റേണൽ ഓർഗൻസിലാണ് കാണുന്നത്. ഇന്റേണൽ ഓർഗൻസിനെ സറൗണ്ട് ചെയ്ത് കാണുന്നതാണ് സ്മൂത്ത് മസിൽസ്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു ഇൻവോളണ്ടറി ആണ്. ഇനി അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് കൊണ്ടാണ് സ്മൂത്ത് മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്കൊരു സിംഗിൾ ന്യൂക്ലിയസേ ഉള്ളൂ. സ്കെൽറ്റൽ മസിൽസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. സ്മൂത്ത് മസിൽസ് സിംഗിൾ ന്യൂക്ലിയേറ്റ് അല്ലെങ്കിൽ യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഒറ്റ ന്യൂക്ലിയേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത കാർഡിയാക് മസിൽസ്. നമ്മുടെ ഹാർട്ടിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് മസിൽസ് ആണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ഹാർട്ടിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻവോളണ്ടറി ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഉണ്ട്. അത്രക്കില്ലെങ്കിലും സ്കെൽറ്റൽ മസിൽസിനെ പോലെ അത്രക്കില്ലെങ്കിലും കുറച്ചേ ഉള്ളൂ. സ്ട്രേറ്റഡ് മസിൽസ് ആണ്. ഇനി രണ്ട് മസിൽസ് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് സെൽസ് ജോയിൻ ചെയ്യുന്ന പോർഷനിൽ നമുക്ക് ഇന്റർകലേറ്റഡ് ഡിസ്ക് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത് കാർഡിയാക് മസിൽസിന്റെ മാത്രം പ്രത്യേകതകളാണ്. ഇവരുടെ ന്യൂക്ലിയ എന്ന് പറയുന്നത് ഒരു ഒറ്റ ന്യൂക്ലിയ ഉണ്ടാവുള്ളൂ. യൂണി ന്യൂക്ലിയേറ്റ് ആണ്. ഓക്കെ. ഇത്രയാണ് മസ്കുലർ ടിഷ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം കണക്ട് ചെയ്യാണ്. പലതരത്തിലെ കലകളെയും ഓർഗൻസിനെയും സെൽസിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ബോഡിക്ക് ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷനും സപ്പോർട്ടും ആ ഒരു ഓവറോൾ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? നമ്മളുടെ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. നമ്മളുടെ ബ്ലഡ്, ബോൺ, കാർട്ടിലേജ് ഇവരൊക്കെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഈ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കലകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധമുള്ള എല്ലാ യോജക കലകളും പല തരത്തിലുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഫൈബ്രിൻസ് സെക്രീറ്റ് ചെയ്യും. നേരെ മറിച്ച് ബ്ലഡിന് അങ്ങനെ ഒരു ഫൈബ്രിൻസ് ഒന്നും സെക്രീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡും ബോൺ എന്നൊക്കെ പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെങ്കിൽ യോജക കലയാണ്. കാർട്ടിലേജും ബോണും നമുക്കറിയാം പ്രൊട്ടക്ഷനും മൂവ്മെന്റിനും വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ബ്ലഡ് എന്തിനാണ് സഹായിക്കുന്നത്? രക്തം, ന്യൂട്രിയൻസിന്റെയും ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇനി കണക്റ്റീവ് ടിഷ്യൂസിനെ തന്നെ നമ്മൾ പലതായിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഫാറ്റ് സ്റ്റോറിംഗ് സെൽസ് ആണ്. അതൊരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ സ്കിന്നിന് താഴെയായിട്ടാണ് അഡിപ്പോസ് ടിഷ്യൂ വരുന്നത്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട രണ്ട് ടേം ആണ് ടെൻഡൻ, ലിഗമെന്റ്. എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്. എന്താണ് ടെൻഡൻ എന്ന് പറയുന്നത്? ഒരു മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെൻഡൻ എന്ന് വിളിക്കുന്നത്. MTB. മസിൽ ടെൻഡൻ എന്ന് പറയുന്നത് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നു. ലിഗമെന്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ബോൺസ് തമ്മിൽ യോജിക്കുന്നതാണ് എന്ത്? ലിഗമെന്റ് സഹായിക്കുന്നത്. ഓക്കെ. അപ്പൊ ടെൻഡൻ എന്ന് പറയുന്നത് മസിലിന് ബോണുമായിട്ടും ലിഗമെന്റ് എന്ന് പറയുന്നത് രണ്ട് ബോൺസിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ. ഇത്രയാണ് നമ്മളുടെ ജന്തുകലകളിൽ വന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആഭരണകല, നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ, പേശികല അല്ലെങ്കിൽ മസ്കുലർ ടിഷ്യൂ, യോജക കല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ. ഇത്രയാണ് ജന്തുകലകളിൽ വരുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സസ്യകലകൾ അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂസ് ആണ്. പ്ലാന്റ് ടിഷ്യൂസിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനന്റ് ടിഷ്യൂസ്. ഓക്കെ. എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്?
ആക്റ്റീവ്ലി കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്ലാന്റിനെ വളരാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഹൈറ്റ് വിഡ്ത്ത് അതിനൊക്കെ വീതി കൂടാൻ, തടി വെക്കാൻ, നീളം കൂടാനൊക്കെ സഹായിക്കുന്ന പർട്ടിക്കുലർ ടിഷ്യൂസിനെ അല്ലെങ്കിൽ സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അവർ കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ടിപ്സിലാണ് കാണപ്പെടുന്നത്. പ്ലാന്റിന്റെ വളർച്ച, ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അവർ സഹായിക്കുന്നത്. ഇനി ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. അതൊന്ന് ഓർത്തു വെച്ചേക്കുക, കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെൻസ് സൈറ്റോപ്ലാസം ആയിരിക്കും. പിന്നെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രൊമിനന്റ് സിംഗിൾ ആൻഡ് ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കും. സെൽ വാൾസ് തിൻ ആയിരിക്കും. ഇത്രയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നമുക്ക് അവരുടെ ക്ലാസിഫിക്കേഷനും കൂടി ഒന്ന് നോക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പൊസിഷന് വെച്ചിട്ട് നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റംസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്ലാന്റിന്റെ സൈഡിൽ, ലാറ്ററൽ സൈഡിൽ കാണുന്ന മെരിസ്റ്റംസ് ആണ് ലാറ്ററൽ മെരിസ്റ്റംസ് എന്ന് പറയുന്നത്. ആ ചെടിയുടെ വണ്ണം കൂടാൻ വേണ്ടിയിട്ടാണ് ലാറ്ററൽ മെരിസ്റ്റംസ് സഹായിക്കുന്നത്. അടുത്തത് ഇന്റർ കാലറി മെരിസ്റ്റംസ്. രണ്ട് നോഡ്സ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർ നോഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് നോഡ്സിന്റെ ഇടയിലത്തെ ഇന്റർ നോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇന്റർ കാലറി മെരിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്റർ നോഡ് എന്ന് പറയുന്നത്. ഇവരുടെ ഇടയിൽ കാണുന്നതാണ് ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എപ്പിക്കൽ മെരിസ്റ്റം എന്താണ്? റൂട്ടിന്റെ സ്റ്റെമ്മിന്റെ ടിപ്പിൽ കാണുന്നതാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. പ്ലാന്റിന്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പിക്കൽ മെരിസ്റ്റം സഹായിക്കുന്നത്. അപ്പൊ ഇവരുടെ പേര് ഒന്ന് ഓർത്തു വെച്ചേക്കുക, എവിടെയാണ് എന്തിനാണ് സഹായിക്കുന്നതെന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത പെർമനന്റ് ടിഷ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലുള്ളത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് അവർ മെച്യൂർ ആയിട്ട് സെറ്റിൽഡ് ആയിട്ട് കഴിയുമ്പോഴെന്താവും? പെർമനന്റ് ടിഷ്യൂസ്. അവര് മെച്യൂർ ആയതാണ്. ഇനി ഡിവൈഡ് ചെയ്യോ? ഇല്ല. അപ്പൊ അങ്ങനെ പെർമനന്റ് സെൽസ് ദാറ്റ് ലോസ് ദർ എബിലിറ്റി ടു ഡിവൈഡ് ആൻഡ് ഗ്രോ, അതാണ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: സിമ്പിൾ ടിഷ്യൂസ്, കോംപ്ലക്സ് ടിഷ്യൂസ്. സിമ്പിൾ ടിഷ്യൂസിലാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഈ മൂന്ന് പേരാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ വരുന്നത്. കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വസ്കുലർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകളായ സൈലോം ഫ്ലോയമാണ് കോംപ്ലക്സ് ടിഷ്യൂസിൽ വരുന്നത്. അവരെന്തിനാണ് സഹായിക്കുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസിനാണ് സഹായിക്കുന്നത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം സിമ്പിൾ ടിഷ്യൂസ് ആണ്. പാരൻകേമ സെൽസിന്റെ പ്രത്യേകത എന്താണ്? അവർ തിൻ വാൾഡ് സെൽ വാൾ എന്ന് പറയുന്നത് തിന്നായിരിക്കും. അതേപോലെ തന്നെ ഒരു പ്ലാന്റിന്റെ സോഫ്റ്റ് പോർഷൻസിലായിരിക്കും പാരൻകേമ സെൽസ് കാണുന്നത്. ഇവര് മെയിൻലി ഫോട്ടോസിന്തസിസിനും സ്റ്റോറേജിനുമാണ് സഹായിക്കുന്നത്. നമ്മൾ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് കിട്ടുന്ന ഫുഡ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരൻകേമ സെൽസ് സഹായിക്കുന്നത്. കോളൻ കോർണേഴ്സ്, നമ്മുടെ സെൽ വാളിന്റെ കോർണേഴ്സിൽ തിക്കനിങ് ഉണ്ടാവും. ഓക്കെ, തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ, അതാണ് കോളൻകൈമ കോർണേഴ്സ്. അങ്ങനെ കണക്ട് ചെയ്തൊന്ന് ഓർത്തു വെക്കാം. ഒരു പ്ലാന്റിന് ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളൻകൈമ സെൽസ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി സ്ക്ലീറൻകൈമ സെൽസ് നോക്കിയേ. സെൽ വാള് യൂണിഫോം തിക്കനിങ് ആണ്, അതായത് സെൽ വാള് എല്ലായിടത്തും ഒരേപോലെ തിക്കൻഡ് ആയിരിക്കും. അങ്ങനത്തെ സെൽസിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ക്ലീറൻകൈമ സെൽസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? സ്ട്രെങ്ത്തും സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയുന്നത് എന്താണ്? ഫംഗ്ഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ മെയിൻലി വരാറുള്ളത്. അടുത്തതാണ് സംവഹന കലകൾ അല്ലെങ്കിൽ വസ്കുലാർ ടിഷ്യൂസ്. സൈലോം ഫ്ലോയോ ആണ് പ്ലാന്റ്സിന്റെ വസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളുടെ പ്ലാന്റ്സ് എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് വാട്ടറും മിനറൽസും ആവശ്യമാണ്. റൂട്ട്സ് ആണ് അത് അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട്സ് അബ്സോർവ് ചെയ്യുന്ന വാട്ടർ ആൻഡ് മിനറൽസിനെ ഏരിയൽ പാർട്ട്, മേളിലുള്ള പോർഷൻ, അതായത് സ്റ്റെമ്മിലേക്കും ലീവ്സിലേക്കും എത്തിക്കുന്നത് ആരാണ്?
സൈലമാണ് എത്തിക്കുന്നത്. ഇനി സൈലത്തിന് തന്നെ പല രീതി, അല്ലെങ്കിൽ സൈലത്തിൽ പല കമ്പോണൻസ് ഉണ്ട്. മെയിൻലി ട്രക്കീഡ്സും വെസൽസും ആണ് സൈലത്തിൽ വരുന്നത്. ഇനി ഫ്ലോയം നോക്കിക്കേ. ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ്? ലീവ്സ് പ്രിപ്പയർ ചെയ്ത ആ ഫുഡിനെ പല പാർട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോയം സഹായിക്കുന്നത്. ഫ്ലോയം എന്താണ്? കണ്ടക്ടിങ് ടിഷ്യൂ ദാറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ് മെയ്ഡ് ഇൻ ലീവ്സ് ടു ഓൾ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ആണ്. ഫ്ലോയത്തിൽ തന്നെ നമ്മൾ പല ഘടകങ്ങളുണ്ട് ഫ്ലോയത്തിന്. സീവ് എലമെന്റ്സ്, ഫൈബേഴ്സ് ആൻഡ് പാരങ്കേമ. അങ്ങനെ പല തരത്തിലുള്ള കമ്പോണൻസ് വെച്ചിട്ടാണ് ഫ്ലോയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു പ്ലാന്റ് സ്റ്റെമ്മിന്റെ സെക്ഷനാണ്. സെൽസിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കാം. കോളൻകേമ സെൽസ് ആണ് ഏറ്റവും പുറത്തു വരുന്നത്. അതിനുശേഷം സോഫ്റ്റ് പാർട്സിൽ നമ്മുടെ പാരങ്കേമ ഉണ്ട്. വസ്കുലർ ബണ്ടിൽസ് ആയിട്ടാണ് സ്ക്ലെറൻകേമ, ഫ്ലോയം, സൈലം അകത്തായിട്ടാണ് കാണുന്നത്. ഇതാണ് പ്ലാന്റ് സെല്ലിന്റെ ഒരു സിമ്പിൾ അറേഞ്ച്മെന്റ് ഒന്നും കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്.